വുഷു 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 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും വരുന്ന മുഖാരത അനിയൻ മിഥുൻ. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് വുഷു റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരാളാണ് അനിയൻ മിഥുൻ. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അനിയൻ മിഥുൻ പറഞ്ഞ സ്റ്റോറി, പിന്നെ പുറത്ത് അനിയൻ മിഥുന്റെ വുഷു റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നോക്കുമ്പോ അനിയൻ മിഥുന്റെ സ്റ്റോറിക്കകത്ത് ഇങ്ങനെ വുഷു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചും ഒരു അസോസിയേഷനെ കുറിച്ചിട്ടുള്ള കുറെ അധികം പോസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതിലൂടെ ഇങ്ങനെ പോയി നോക്കി എന്താണ് വിഷയം, ഇതെന്താണ് ഇപ്പൊ ഒരു സംഗതി മുന്തി വന്നത്. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ ആരിഫ്. നമ്മൾ അന്ന് അനിയൻ മിഥുന്റെ ഈ ഒരു വുഷു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഇന്റർവ്യൂ എടുത്തതും ബൈറ്റ് എടുത്തതും വെച്ചതൊക്കെ ഈ ഡോക്ടർ ആരിഫ് പറയുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് ആ ഡോക്ടർ ആരിഫ് പ്രസന്റ് ആയത് അദ്ദേഹമാണ് വുഷു ജഡ്ജ് പ്ലസ് കേരളത്തിലെ അഡോ കമ്മിറ്റി. പക്ഷെ അഡോ കമ്മിറ്റി എന്നല്ല അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് റോങ് പറഞ്ഞത് കേരളത്തിലെ വുഷു അസോസിയേഷന്റെ മെയിൻ ആൾ അങ്ങേരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങേര് പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് തന്നെ ഞാനടക്കം കുറെ പേര് വീഡിയോ ചെയ്തത് ഇതിലൊരു ക്ലാരിറ്റി കമ്മി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിലെ വുഷു മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര്, കേരള വുഷു അസോസിയേഷൻ ആണോ അതോ അഡോ കമ്മിറ്റിയാണോ, അതിനൊരു ക്ലാരിറ്റി വേണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അനിയൻ മിഥുൻ സ്റ്റോറി ഇട്ടുള്ള ആൻഡ് അനിയൻ മിഥുൻ ഇട്ട സ്റ്റോറിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയതും ഞാനിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ എടവണ്ണപ്പാറ, ഓക്കെ, ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കരാട്ടെ ട്രെയിനർ സിദ്ദിഖ് അലി, ഈ ചെങ്ങാതി എടവണ്ണപ്പാറയിൽ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. ആ കുട്ടി പുഴയിൽ മരിച്ച സംഭവം റിലേറ്റഡ് ആയിട്ട് ആൻഡ് ഈ പറഞ്ഞ സിദ്ദിഖ് അലിക്കെതിരെ ഒരുപാട് പേര് ഇയാള് വളരെ മോശപ്പെട്ട രീതിയിൽ കുട്ടികളോട് പലതും തെമ്മാടിത്തരം ചെയ്ത് ഒരുത്തരാന്നുള്ളത് കുറേ പേര് അവർ വന്നിട്ട് വിളിച്ചു പറഞ്ഞതാണ് പബ്ലിക്കായിട്ട് പല ചാനലുകളിലും. അപ്പൊ ഇതും ഈ പറഞ്ഞ എന്താ പറയാ സിദ്ദിഖ് അലി, ഡോക്ടർ ആരിഫ്, വുഷു, ഇതൊക്കെ എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? എനിക്ക് ഈ ഒരു സംഗതി സ്ട്രൈക്ക് ആവാൻ കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ മിഥുന്റെ ഈ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, എനിക്ക് ദുബായിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മുന്നാടി എല്ലാമേ കിടച്ചു കഴിഞ്ഞാൽ പൈസ കുറവല്ല. വിത്തിൻ 3 months ഞാൻ പോകും. 3-4 months മാക്സിമം. അപ്പൊ ബട്ട് എന്നോട് ഇത് ഗ്ലോബൽ യൂണിവേഴ്സിറ്റി നെയിം എന്നത് ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റി. ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റി. ഓക്കെ 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 സാർ. இது வந்து ஆன்லைன் வெரிஃபிகேஷன் எல்லாமே இருக்கு. நீங்க ப்ராப்ளம் பிடிக்க மாட்டேன். ഓക്കെ, അപ്പൊ ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റി എന്നിട്ട് പേരുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നാണ് ഇയാൾ മാർഷൽ ആർട്സിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്. ഉടായ്പ പരിപാടിയാണ്, പൈസ കൊടുത്താൽ ആർക്കും കിട്ടുന്നുള്ള രീതിയിൽ തന്നെയാണ് അനിയൻ മിഥുൻ അത് കോൾ ചെയ്തിട്ട് അവർ അനിയൻ മിഥുൻ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ എന്താ പറയാ പല ഫീൽഡിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഉടായ്പ ഡോക്ടറേറ്റ്സ് പലരും കൊണ്ടുവരാറുണ്ട്. ഓക്കെ, പല യൂണിവേഴ്സിറ്റികളും കാശ് കൊടുത്താൽ ഡോക്ടറേറ്റ്സ് കൊടുക്കാൻ ഇവിടെ റെഡിയാണ്. അത് വാങ്ങുന്നവരുണ്ട്, അത് യൂസ് ചെയ്യുന്നവരുണ്ട്, അത് വെച്ച് നടക്കുന്നവരുണ്ട്. സോ ഫസ്റ്റ് അലിഗേഷൻ ഡോക്ടർ ആരിഫിന്റെ ഡോക്ടർ പൈസ കിട്ടി കൊടുത്ത് മേടിച്ച സംഗതിയാണെന്നാണ് അനിയൻ മിഥുൻ ഫസ്റ്റ് അലിഗേഷൻ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് തിങ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെയാണ് ഈ പറഞ്ഞ അന്ന് പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഞാൻ ഡോക്ടറാണ്, അതാണ് മറിച്ചാണ്. ഇപ്പൊ ഈ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേരള വുഷുവിന്റെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിച്ചത് കേട്ടോ. ഓക്കെ, കേരള വുഷുവിന്റെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിച്ചത്. ഓക്കെ, പക്ഷേ ഇപ്പൊ ഞാൻ അനിയൻ മിഥുനല്ല പറയണത്, ഹൈക്കോർട്ടാണ് പറയണത്. പുള്ളി പറഞ്ഞതെല്ലാം ഫേക്കാണ്. അങ്ങനെ ഹൈക്കോടതി ഉത്തരവ് വന്നു. അത് കൊടുത്താരാന്നറിയോ? യഥാർത്ഥ വുഷുവിടെ കേരള വുഷു അസോസിയേഷനാണ് കൊടുത്തത്. യഥാർത്ഥ ടീം അവരുടെ അസോസിയേഷനിൽ നിന്നാണ് കേസ് കൊടുത്തത്, അല്ലാണ്ട് അതും അനിയൻ മിഥുനല്ല കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് തിങ് ഇവിടെ അനിയൻ മിഥുൻ പറയുന്നത് കേരള വുഷു അസോസിയേഷൻ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അനിയൻ മിഥുൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ കേരള വുഷു അസോസിയേഷൻ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ പാരലായിട്ട് ഈ ആരിഫ് അടക്കമുള്ളവർ ഉള്ള ഒരു അഡോ കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഇതിന് ഓൾ ഇന്ത്യ ലെവലിലൊരു വുഷു അസോസിയേഷൻ ഉണ്ടല്ലോ, അതിനടിയിലായിരിക്കുമല്ലോ ഈ കേരളത്തിൽ ഇതൊക്കെ വരുന്നത്. അപ്പൊ ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള വുഷു അസോസിയേഷൻ ഇതിൽ ഏതിനെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതും
അല്ലെങ്കിൽ ഏത് അസോസിയേഷനാണ് ഇവിടെ വാല്യൂ കൊടുക്കുന്നത്? അതിലൊരു ഹൈക്കോർട്ടിൻ്റെ പേപ്പറൊക്കെ ഇവിടെ അനിയൻ മിഥുൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വീഡിയോ ഒക്കെ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അനിയൻ മിഥുൻ്റെ കയ്യിൽ നിന്ന്. അപ്പം എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഈ പറഞ്ഞ ഡോക്ടർ ആരിഫ് എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ സെലക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തി കുറേ കുട്ടികളുടെ ചാൻസും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അലിഗേഷൻ മിഥുൻ പറയുന്നത്. അല്ല, ഈ നാഷണൽ ഗെയിംസ് നാഷണലിലെ വ്യത്യാസം അത്ലറ്റ്സിന് അറിയും, സാധാരണ ആൾക്കാർക്ക് അറിയില്ല. ഈ നാഷണൽസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും സ്റ്റേറ്റ് കഴിഞ്ഞാൽ നാഷണൽ പോവാം. പക്ഷെ നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു നാഷണൽ ലെവലിൽ ഇറങ്ങുന്ന ഒളിമ്പിക്സിന് തുല്യമാണ്. അതിൽ വരെ ഇയാൾ മായം ചേർത്തിട്ട് ഇയാളുടെ മോളെ കയറ്റിയിട്ടുണ്ട്. ഡോക്ടർ ആരിഫിന്റെ മകളെ മായം ചേർത്ത് കയറ്റി എന്നുള്ള അടുത്തൊരു അലിഗേഷൻ കൂടിയാണ് ഇവിടെ പറയുന്നത് അനിയൻ മിഥുൻ. അപ്പോൾ ഇതിൽ ആദ്യത്തെ സർട്ടിഫിക്കറ്റിന്റെ കേസ് അനിയൻ മിഥുന്റെയും കുറേ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലൊരു അവസ്ഥ നിങ്ങൾക്കറിയാലോ, ഇവിടെ വലിയ വലിയ വമ്പന്മാരടക്കം സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും വഴി കൂടെ അടിച്ചു മാറ്റി പോകുന്നു. അത് കാശ് കൊടുത്ത് വാങ്ങി എടുത്തു വെച്ച് ഡോക്ടറാന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ്. അപ്പം അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ കുറേ കണ്ടതുമാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കേസ് അവിടെ നിൽക്കട്ടെ. അടുത്തത് പറയാനുള്ളത് ഇവിടെ വുഷു അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ കേരള വുഷു അസോസിയേഷൻ, അതിന്റെ പ്രസിഡന്റ് രഘുറാം ദാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെന്നാണ് അനിയൻ മിഥുൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരാളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കേരള വുഷു അസോസിയേഷനെ ആണോ അതോ ഇവിടെ ഒരു അഡോ കമ്മിറ്റി ഉണ്ട്, കേരള വുഷു അഡോ കമ്മിറ്റി, ഈ അഡോ കമ്മിറ്റിനെയാണോ നാഷണൽ വുഷു അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലൊരു ക്ലാരിറ്റി ഇവിടെ മിനിസ്ട്രീരിയൽ ലെവലിൽ കിട്ടണം. സ്പോർട്സ് മിനിസ്റ്ററോ അല്ലെങ്കിൽ അവരോ തരണം, കേരള സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് തരണം. ഇതിൽ 2023 +1 അഡ്മിഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഗ്രേസ് മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്പോർട്ടിൽ ഏതൊക്കെ കമ്മിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ അസോസിയേഷൻ്റെ കീഴിലുള്ള ഇവന്റുകളിൽ പങ്കെടുത്ത കുട്ടികൾക്കും മെഡലടിച്ച കുട്ടികൾക്കുമാണ് ഗ്രേസ് മാർക്കിന് അർഹമായത് എന്നുള്ള ഒരു സംഗതി യൂഷ്വലായിട്ട് നമുക്ക് എല്ലാ കൊല്ലവും ഉള്ളതാണ്. സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർക്കറിയാം. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിമാർക്ക് അയച്ചു കൊടുത്തൊരു സർക്കുലറിൻ്റെ അകത്ത് ഇതിൽ ഏതൊക്കെ സ്പോർട്സ് ഇനങ്ങൾ ആൻഡ് ഏതൊക്കെ ടെക്നിക്കൽ കമ്മിറ്റീസിൻ്റെ അടിയിൽ ടെക്നിക്കൽ കമ്മിറ്റീസിൻ്റെ അടിയിൽ സ്പോർട്സ് അസോസിയേഷൻസ് ഏതൊക്കെയാണ്, അതിൽ ആരുടെയൊക്കെയാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്രേസ് മാർക്കിന് അർഹമായ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ അത് ജയിച്ച കുട്ടികൾ അല്ലെങ്കിൽ ജയിച്ച സാധനങ്ങൾ എന്നുള്ളത് നോക്കുമ്പോൾ അതിൽ കൊടുത്തത് കേരള വുഷു അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഇപ്പം ഈ അനിയൻ മിഥുൻ പറഞ്ഞ അവരുടെ പേരല്ല കാണുന്നത്. അതിൽ അഡോ കമ്മിറ്റി ഫോംഡ് ബൈ നാഷണൽ ഫെഡറേഷൻ 18/9/2022 അവിടെ കാണുന്നത് ശ്രീ ആരിഫ് എ കൺവീനർ എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മെയിനായിട്ടൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടത് ഈ പറഞ്ഞ നമ്മുടെ മിനിസ്റ്റർ ലെവലിൽ സ്പോർട്സ് കൗൺസിലാണ്. ഇവിടുത്തെ വുഷു മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര്? അതൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ലേറ്റർ ഓൺ കുറച്ചും കൂടി ഡീപ്പായിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇതിലേക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു കോണ്ടന്റിലേക്ക് മെയിൻ ഫോക്കസ് കൊണ്ടുവരാൻ കാരണം ഇതിനകത്ത് ഈ ആരിഫ്, സിദ്ദിഖ് അലി, വുഷു ഇതൊക്കെ എങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഞാനൊരു പഴയ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ പറഞ്ഞ ആരിഫും സിദ്ദിഖും ഒക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഒരേ ഫീൽഡിലുള്ള ആളുകളാണ്, അങ്ങനെ സംസാരിച്ച് പോകുന്നതായിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ വിടാം. ഇനി ഇതല്ലാതെ ഈ ആരിഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കീഴിലൊരു അവരൊരു അസോസിയേഷൻ അല്ല, അവരൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ ഫൗണ്ട് ചെയ്ത അക്കാഡമി ഉണ്ട്, യുണൈറ്റഡ് മാർഷൽ ആർട്സ് അക്കാഡമി ഇന്റർനാഷണൽ, UMAI. ഇത് ഈ ആരിഫിൻ്റെയാണ്. അപ്പോൾ ഈ അക്കാഡമിയും ഈ പറഞ്ഞ സിദ്ദിഖ് അലി, ഈ 17 വയസ്സുകാരിയുടെ മരണത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ വ്യക്തിയുമായിട്ടുള്ള എന്താണ് കണക്ഷൻ? അവിടെയാണ് ഞാൻ ഈ സംഗതി മെയിനായിട്ട് ഫോക്കസ്ഡ് ആവുന്നത്.
അപ്പം അതിലേക്കും വരുന്നതിന് മുമ്പ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയാം. ഇവിടെ അനിയൻ മിഥുൻ്റെ സ്റ്റോറി നമുക്ക് തീർക്കാം. അനിയൻ മിഥുൻ നെക്സ്റ്റ് ഒരു സ്റ്റോറി ഇട്ടുണ്ട്, ഒരു റീലായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം. ഹലോ, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് ഇപ്പോൾ കേരള ഉഷു അസോസിയേഷനിലാണ്. ഇതാണ് യഥാർത്ഥ പ്രസിഡന്റ്. ബാധിക്കപ്പെട്ട കുറെ കുട്ടികളുണ്ട്, ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അവർക്കൊക്കെ പറയാനായിട്ട് പേടിയാണ്. ഓക്കെ, അവർക്കിപ്പോ പുറത്ത് വരാനും അവരുടെ ഫേസ് വരാനും അവർക്കൊക്കെ പേടിയാണ്. പക്ഷെ എനിക്കൊരു മൈരുമില്ല, കാര്യം പറയാലോ. നാഷണൽ ഗെയിംസിനാണ് അല്ലെങ്കിൽ ഇനി വന്നിട്ടാകും കഴിഞ്ഞതിന്റെ മുമ്പ്. അതെ. അപ്പോ ഒരു നാഷണൽ ഗെയിംസ് നടക്കുമ്പോൾ അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു സെലക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കേരള സ്റ്റേറ്റിൽ ഒരു സെലക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കഷ്ടപ്പെട്ട് അടിച്ച് ജയിച്ച കുറെ കുട്ടികളുണ്ട്. ഓക്കെ, കഷ്ടപ്പെട്ട് അടിച്ച് ജയിച്ച കുറെ കുട്ടികൾ. അപ്പൊ അവരൊക്കെ നാഷണൽ ഗെയിംസിന് നമ്മുടെ നിയമപ്രകാരം സെലക്ട് ആയി. പെട്ടെന്ന് പറയുന്നുണ്ട് പുതിയൊരു നിയമം വന്നു. ഓക്കെ, മറ്റേ അങ്ങ് മോളിൽ നിന്ന് വന്നേക്കണ നിയമമെന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലിസ്റ്റ് വന്നു. അപ്പൊ കഷ്ടപ്പെട്ട് അടിച്ച പിള്ളേരൊക്കെ പെരുന്നെട്ടിപ്പോയി. ഓക്കെ, ഇതിൽ കേരള വുഷു അസോസിയേഷൻ എന്ന് പറഞ്ഞ ഇപ്പൊ അനിയൻ മിഥുൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന പ്രസിഡന്റായ വ്യക്തി എല്ലാവരും കൂടി നടത്തിയ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന് ജയിച്ച കുട്ടികളെ മാറ്റിയിട്ട് ഈ അഡോ കമ്മിറ്റി വെച്ച വേറൊരു സെലക്ഷൻ ട്രയൽസിൽ നിന്ന് പങ്കെടുത്ത കുട്ടികളെ അവർ ഇൻവോൾവ് ചെയ്യിച്ചു, അതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇവർ വെച്ച ഈ പറഞ്ഞ ട്രയൽസിലുള്ളവരെയൊക്കെ തട്ടി. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നാഷണൽ വുഷു അസോസിയേഷൻ ആരെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെയാണ് വരുന്നത്. ഓക്കെ, അവിടെയാണ് നമുക്കൊരു ക്ലാരിറ്റി ഇവിടുത്തെ എന്താ പറയുക സ്പോർട്സ് മിനിസ്ട്രി വഴി നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമുള്ളത്. മേരി സ്റ്റാനിയ ആന്റണി, ആ കുട്ടിയൊക്കെ അതില് ഔട്ടായി പോയ ശ്രീജിതനായിട്ട് തോറ്റ കുട്ടിയൊക്കെ കേട്ടോ. ശ്രീജിത എന്ന വേറെ പ്ലെയറിനായിട്ട് തോറ്റ കുട്ടിയാണ്. ആ കുട്ടിയൊക്കെ ഇതിൽ വന്ന് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഓക്കെ, വിട്ടേക്ക്. അപ്പോ ഇതൊക്കെയാണ് ഇതിലെ പേരുകൾ. അപ്പൊ അതില് മാനേജറായിട്ട് എഴുതിയേക്കുന്നത് ഒരാളാണ് ഫാത്തിമ റിസ്വാന CP. ഓക്കെ, മാനേജർ അതില്. അപ്പോ അത് ഈ ആരിഫിന്റെ മോളാണ്. എന്നിട്ട് ആരിഫിന് വേറെ മോളും കൂടെ ഉണ്ട്, ഐഷ. ഈ ഐഷനെ പിടിച്ചിട്ട് അവിടെ എത്തിയപ്പോ ഐഷ മാനേജറായി, ഫാത്തിമ അവിടെ നാഷണൽ ഗെയിംസിന് കളിച്ച്. അപ്പൊ എന്നാലോചിക്ക്, ഇതൊരു നാഷണൽ പോലും നാഷണൽ ഗെയിംസിനാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഒളിമ്പിക്സ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗെയിമില് ഇത്രയും ഇൻഫ്ലുവൻസും പരിപാടിയും ഉണ്ടാക്കിയിട്ട് ഇയാൾ നടത്തിയിരുന്ന ഒരു ചെറിയൊരു സംഭവമാണ്. അപ്പൊ ഇതിൽ ബാധിക്കണ അവർക്ക് കിട്ടുന്ന നേട്ടം മാത്രമല്ല, മറ്റുള്ള കുട്ടികളുടെ നഷ്ടം. അവർ ഇത്രയും വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ഗെയിമിന് വേണ്ടി പ്രിപ്പയർഡ് ആയതും പൈസ ചെലവാക്കിയതും ആലോചിച്ചാൽ ഓരോ ഇഞ്ചുറികൾ ഉണ്ടാക്കുന്നതും. ഒരു കുട്ടിക്ക് 50,000 രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് ചെലവാക്കുന്നത്. ആണ്, ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പൊ അത് മാത്രമല്ല, പല കുട്ടികളും ചൂഷണത്തിന് വിധേയമായിട്ട് പറയാൻ പേടിയാണ്. ഓക്കെ, ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം എന്താണെങ്കിലും വേണം. കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അന്വേഷിക്കാനും വേണം. കേരളത്തിൽ 2 ഉഷുവിന്റെ പേരിൽ തന്നെ 2 രീതിയിലുള്ള അസോസിയേഷൻസ് പാരലായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൽ ഒരാളുടെ സൈഡിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇവിടെ സ്വന്തം മക്കളെ അടക്കം കയറ്റിവിടുന്ന രീതിയിലുള്ള ഒരു ആരോപണം അനിയൻ മിഥുൻ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ തന്നെയാണ്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനോ ആരിഫ് എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സ്പോർട്സ് മിനിസ്ട്രിയുടെ ലെവലിൽ ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും കിട്ടണം. കാരണം ഇത് ഒരു ചില്ലറ പൈസയുടെ ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ കുറച്ചധികം കുട്ടികളുടെ ജീവിതമാണ്. ഓക്കെ, കാരണം ഇവിടെ സ്പോർട്സിലൂടെ മുന്നോട്ട് പോകണം, ജോലി കിട്ടണം, സ്പോർട്സ് ജീവിതമായിട്ട് മുന്നോട്ട് കാണണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവില്ലേ ഇപ്പോൾ, ഇല്ലേ? കാരണം വുഷു എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ ഇങ്ങനത്തെ മാർഷൽ ആർട്സ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ അയാൾക്ക് ഏത് രീതിയിൽ കയറി വരണം എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റേ അഡോ കമ്മിറ്റി വഴി പോകുന്നവരുണ്ടാവാം, ചിലപ്പോൾ ഇപ്പുറത്തെ അനിയൻ മിഥുൻ പറയുന്ന ഈ ഒരു വുഷു അസോസിയേഷൻ ഓഫ് കേരള ഇവർ വഴി പോകുന്നവരുണ്ടാവാം. ഏത് വഴിക്ക് മുന്നോട്ട് പോകണമെന്ന് അറിയാതെ സ്റ്റക്കായിട്ടുള്ളവരുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ എന്തായാലും പോയി നിൽക്കാൻ പാടില്ല. പിന്നെ ഇൻ കേസ് കുട്ടികൾക്ക് ഇത് ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ സ്പോർട്സ് മിനിസ്ട്രിയിൽ ലെവലിലെ ആളുകളുമാണ്. അതവർ ചെയ്തേ പറ്റും. ഓക്കെ, അപ്പം ഇനി അടുത്ത നോക്കാം. ഇതൊക്കെ പറയും, ഇത് ഇന്ന് നടന്ന സംഭവമല്ല. ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഓരോ ആൾക്കാർക്ക് പേടി. കുട്ടികൾക്ക് ചേട്ടാ എനിക്ക് ഇങ്ങനത്തെ സംഭവം എന്നൊക്കെ എനിക്ക് മെസ്സേജ് തുരുതുരാ മെസ്സേജ് തന്നെയാണ്. അവർക്കൊക്കെ പറയാൻ പേടി. നമ്മ സത്യം കാരണം ഇപ്പൊ 2 പോസ്കോ കേസ് വന്നു. അതും ഇതിന്റെ അണ്ടറിൽ വന്നേക്കുന്ന സംഭവമാണ്. അതിലൊരു കുട്ടി മരിച്ച്. അവരൊക്കെ ഇവരിപ്പോഴും സപ്പോർട്ട് ചെയ്യും. എനിക്ക് മനസ്സിലായി ഇതൊന്നും നിങ്ങൾ മീഡിയക്കാരെടുക്കാത്തത് എനിക്ക് മനസ്സിലാവണില്ല.
കഷ്ടപ്പെട്ട് യഥാർത്ഥ വുഷു മാത്രമല്ല മാർഷൽ ആർട്സിന്റെ ഒരു ഇപ്പൊ ഞാൻ വുഷുയുടെ കേസ്, ഇപ്പൊ ഞാൻ വുഷുള്ളതുകൊണ്ട് വുഷുയുടെ കാര്യം പറഞ്ഞു. ഇവിടെ യഥാർത്ഥ വുഷു വിശ്വാസം ഇരിക്കുകയാണ്, മനസ്സിലായി? ഇവര് പറയണ കേൾക്കാണ്ട് ആരോ വന്ന കൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞതാണ് നിങ്ങൾ വിശ്വസിച്ച് അതിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇയാള് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും കൂടിയാണ്. ഇയാൾക്ക് എല്ലാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ടപ്പേ നമ്മളെക്കാൾ നന്നായി അറിയാം. എന്നിട്ടാണ് ഇയാൾ ഈ നിയമവിരുദ്ധമായ പരിപാടികൾ കാണിക്കുന്നത്. ഇയാളുടെ മോളും ഇങ്ങനെ തന്നെ, മനസ്സിലായോ? ഇയാളുടെ മോളും പറഞ്ഞ മാതിരി എന്താ പറയാ, റിസ്വാന മാനേജറായിട്ട് പോകുന്നു, ഫാത്തിമ റിസ്വാന മാനേജറായിട്ട് പോകുന്നു, അവിടെ ചെന്ന് പ്ലെയർ ആവുന്നു, മെഡൽ അടിക്കുന്നു. എന്നിട്ട് ന്യൂസിൽ അവൾ മറ്റേ എന്താ പറയാ, ഞാൻ മെഡലിസ്റ്റ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ പല സാധനങ്ങളുണ്ട്. പിള്ളേർക്കൊക്കെ പറയാൻ പേടി വിഷമമാണ്. ഓക്കെ, അപ്പൊ ഇതില് അനിയൻ മിഥുൻ പറയുന്ന കാര്യങ്ങള് ഈ പറഞ്ഞ എന്താ പറയാ, ആരിഫ് ഒരു ക്ലാരിഫിക്കേഷൻ തരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഒരുപാട് മീഡിയക്ക് ബൈറ്റ് കൊടുത്ത ഒരാളാണ്. ഏതെങ്കിലും ഒരു മീഡിയയിൽ ഒരു ബൈറ്റായിട്ട് ഈ കാര്യങ്ങളിൽ ഒരു ക്ലിയർ ക്ലാരിറ്റി, എങ്ങനെയാണ് മാനേജറായിട്ട് പോയിട്ട് മകൾ എങ്ങനെയാണ് നാഷണൽസിൻ്റെ അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അത് ഏത് വർഷം ഏത് ഇവന്റ് എങ്ങനെയെന്നുള്ളത്. കാരണം ഇതിൽ എനിക്ക് തോന്നുന്നത് ഇവർ വെച്ച ഫോട്ടോയിൽ ഇഫ് ഐ എം നോട്ട് റോങ് 7th നാഷണൽസ് എന്നല്ല ഫെഡറേഷൻ ആണ് ബാക്കിൽ തോന്നുന്നു എഴുതിയിട്ടുള്ള. ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ്, അപ്പോൾ നാഷണൽ ഫെഡറേഷനൊക്കെ വ്യത്യാസമുണ്ട്. സോ ഐ ഡോണ്ട് നോ, ലൈക്ക് അതിൻ്റെ ഒരു ക്ലിയർ ക്ലാരിറ്റി തരണം എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ആരിഫ് തന്നെ തരേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മിഥുൻ പറഞ്ഞ മെയിൻ ഒരു സംഗതിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു കോണ്ടന്റ് ആയിട്ട് എടുക്കുന്നത്. അതായത് പറഞ്ഞ ഈ പോക്സോ കേസുമായിട്ട് ഓക്കെ, ഇതിൽ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് ഈ സിദ്ദിഖ് അലി റിലേറ്റഡ് ആയിട്ടും പിന്നെ പ്രതീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി റിലേറ്റഡ് ആയിട്ടും. വുഷു പരിശീലകൻ അറസ്റ്റിൽ. ഓക്കെ, വുഷു പരിശീലകൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ഇത് സ്റ്റോറി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഹാപ്പൻഡ്, ഒരു ബോക്സോ ആണ്. അത് ഈ സെയിം വിത്ത് ദ സെയിം ടീം അണ്ടർ ദിസ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയും ഈ പറഞ്ഞ മിഥുൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പന്തീരങ്കാവാണ്, പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിയെ നിങ്ങളെ പീഡിപ്പിച്ചതിന് പരാതിയിൽ വുഷു പരിശീലകൻ അറസ്റ്റിൽ. ഓക്കെ, അതിൽ കൽപ്പറ്റ മണിയൻകോട് റോയ്സ് വില്ലേജ് പ്രതീഷാണ് 40 അറസ്റ്റിലായത്. ചൈൽഡ് ലൈനിൽ ലഭിച്ച 3 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇങ്ങനെയാണ് ആ ന്യൂസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അടിയിൽ ഈ പറഞ്ഞ പോലെ ഫൗണ്ടർ ആൻഡ് ഗ്രാൻഡ് മാസ്റ്റർ CP ആരിഫ് പാലാഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഫോട്ടോ ഉണ്ട്. ഇപ്പുറത്ത് ഈ പറഞ്ഞ പ്രതീഷ് CHൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ എനിക്ക് ഫൗണ്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇവരുടെ ഈ ഒരു യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാഡമി ഇന്റർനാഷണൽ റിലേറ്റഡ് ആയിട്ട്, കാരണം അതിൻ്റെ ഫൗണ്ടറാണല്ലോ ആരിഫ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ എടവണ്ണപ്പാറയിൽ 17 വയസ്സുകാരിയുടെ മരണമായിട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പോക്സോ കേസൊക്കെ ഉള്ള ഈ പറഞ്ഞ സിദ്ദിഖ് അലി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, ഈ കരാട്ടെ ട്രെയിനർ. ഇയാളും ഈ പറഞ്ഞ യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാഡമിയുടെ എന്താ പറയുക ഒരു UMAC അല്ല UMA അത്രേ ഉള്ളൂ. ഇതിൽ I ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ അന്വേഷിച്ച സമയത്ത് UMA യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാഡമി മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡ് എടുത്ത് നടത്തുക എന്ന് പറഞ്ഞ പരിപാടി, അതേപോലെ യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാഡമി ഇന്റർനാഷണൽ ഒരു സബ് ബ്രാൻഡായിട്ട് ഇയാൾ എന്ത് ചെയ്ത് യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാഡമി എന്നുള്ള പേരിൽ അങ്ങനെ പോയി തുടങ്ങിയെന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ അങ്ങനെ തുടങ്ങിയാലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് തിങ് അല്ലേ? അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇതിൽ ഈ പറഞ്ഞ ആരിഫ്, ഡോക്ടർ ആരിഫ് എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കരമായിട്ട് ഈ സിദ്ദിഖ് അലിയെ ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ സിദ്ദിഖ് അലിയെ എന്താ പറയുക, ഇതിന് മുമ്പ് കേസ് ഉണ്ടായ സമയത്ത്, ഇത് ഞാൻ വേറെ ആളുകൾ വഴി അറിഞ്ഞതാണ്, ഇതിന് മുമ്പ് കേസ് ഉണ്ടായ സമയത്ത് ഈ പന്തീരങ്കാവ് ഈ പ്രതീഷ് എന്ന് പറഞ്ഞ പോക്സോ കേസിൽ അകപ്പെട്ട വുഷു ട്രെയിനറെ സ്പോട്ടിൽ പുറത്താക്കുകയുണ്ടായത്. ഓക്കെ, സ്പോട്ടിൽ പുറത്താക്കുകയുണ്ടായത്. പക്ഷേ ഈ ഡോക്ടർ ആരിഫിൻ്റെ കേസ് വന്നപ്പോൾ, ഡോക്ടർ ആരിഫ് അല്ല, ഈ പറഞ്ഞ ഡോക്ടർ ആരിഫ് സിദ്ദിഖ് അലിയുടെ കേസ് വന്ന സമയത്ത് ഇയാൾ ഭയങ്കര ഡിഫെൻസീവായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വോയിസ് കിട്ടിയിട്ടുണ്ട്. അതൊരു ഏകദേശം 6 മിനിറ്റുള്ള ഒരു വോയിസാണ്. ഞാനതിൻ്റെ എല്ലാ ഭാഗങ്ങളും വെക്കുന്നില്ല, ബിക്കോസ് ഈ കുട്ടിയുടെ മരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ നാട്ടിൽ നിന്ന് കുറച്ച് വ്യക്തികൾ പറഞ്ഞു എന്നുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ആ പോർഷൻസ് ഒന്നും ഞാൻ വെക്കുന്നില്ല. ഞാനിതിലാകെ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർ ആരിഫ് സിദ്ദിഖ് അലി എന്ന് പറഞ്ഞ വ്യക്തിയെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി വോയിസ് കേട്ടപ്പോൾ തോന്നി. അതെന്തിന്, എന്ത് കാരണത്തിന്? കാരണം ഇത്ര വലിയൊരു അലിഗേഷൻ വന്നൊരു വ്യക്തിയെ, ഞാൻ അവിടെയാണ് ഈ സിദ്ദിഖ് അലി എന്ന് പറഞ്ഞ വ്യക്തി, സിദ്ദിഖ് അലി എന്ന് പറഞ്ഞ ഈ കരാട്ടെ മാസ്റ്റർ, ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ ഇത്രയും ആളുകൾ
ഇത്രയും ആളുകൾ, ആണും പെണ്ണും അടക്കം, എത്രയോ കുട്ടികളും അടക്കം, ഇപ്പോൾ മുതിർന്നവരായവർ വരെ ഈ ചങ്ങാതിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ വൃത്തികെട്ട കാര്യങ്ങൾ അനുഭവിച്ചിട്ട് മിണ്ടാതിരിക്കാൻ റീസൺ എന്താണെന്നുള്ളത് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ നാട്ടിലെ പാർട്ടിക്കാരത്, പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാവുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് പുറത്ത് പറയാൻ ഓബിയസ്ലി ഒരു പേടി കാണുമല്ലോ. ആൻഡ് ഈ പറഞ്ഞ സിദ്ദിഖ് അലിക്കെതിരെ ആദ്യം പോക്സോ കേസ് കൊടുത്ത കുട്ടി അവരുടെ വീട്ടുകാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ കേസ് പിൻവലിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാൾ എത്രത്തോളം ഇൻഫ്ലുവൻഷ്യലാന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. സിദ്ദിഖ് അലി, ഞാൻ അവിടെയാണ് എനിക്ക് ഈ സാധനം ക്യാച്ചിങ് ആയി തോന്നിയിട്ടുള്ളത്. ഈ മിഥുൻ്റെ സ്റ്റോറിയിൽ ഈ ഡോക്ടർ ആരിഫിൻ്റെ ഈ ഒരു വോയിസ് എനിക്ക് കുറച്ച് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ ഡോക്ടർ ആരിഫിൻ്റെ. പക്ഷേ ഈ മിഥുൻ്റെ സ്റ്റോറീസും കൂടി വന്നപ്പോഴാണ് എനിക്ക് ഈ സംഗതി ഒന്നിങ്ങനെ ഓക്കെ, ഇതിനെന്തോ ഒരു സംഗതി ഡെപ്തായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം എൻ്റെ തോട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഇൻസിഡന്റ് ഇത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പോലീസല്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ അയാൾക്ക് കുറ്റപത്രം കിട്ടിയാൽ മാത്രമേ അയാൾ കുറ്റക്കാരനാവുന്നുള്ളൂ. നിയമം അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. റിമാൻഡ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ സംശയമുള്ള ഒരാളെ പേരിൽ, ഇപ്പോൾ ഒരാൾ ആരുടെ പേരിലാണ് സംശയം നമുക്ക് മറ്റൊരു പരാതി കൊടുത്താൽ പോലീസിന്റെ ഡ്യൂട്ടി പരാതി അന്വേഷിക്കലും എന്നിട്ട് അറസ്റ്റ് ചെയ്യലുമാണ്. അറസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റൂല. 24 മണിക്കൂർ മുമ്പ് തന്നെ FIR തയ്യാറാക്കിയിട്ട് റിമാൻഡ് ചെയ്യണം. ആ ടൈപ്പാണ്. അല്ലെങ്കിൽ പിന്നെ സ്റ്റേഷൻ തന്നെ ജാമ്യം കൊടുക്കും. പിന്നെ പോക്സോ കേസ് എന്ന രൂപത്തിൽ ആരോപണം ഉണ്ടെങ്കിൽ അത് സ്റ്റേഷൻ ജാമ്യമില്ല, ഉള്ളിൽ കിടന്നിട്ടേ ജാമ്യമുള്ളൂ. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ആ നിലയ്ക്ക് അറസ്റ്റ് നടന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖ് അലിയോട് മുമ്പ് തെറ്റിപ്പോയ ഒരു കുട്ടിയാണെന്നുള്ളതും അതോടൊപ്പം മുമ്പ് ക്ലാസ്സിൽ നിന്ന് മാറി എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിങ് ഇതൊരു ആയുധമാക്കി എന്നുള്ളതൊക്കെയാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ എന്താണ് പറയുക, മീഡിയാസിനും അതോടൊപ്പം തന്നെ പോലീസിനൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, ആ നിലയ്ക്ക് പരാതി കിട്ടിയ സ്ഥിതിക്ക് പോലീസ് അത് പിന്നെ അന്വേഷിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഒളിവിൽ പോയർന്നല്ല അറസ്റ്റ് ചെയ്യുന്നത്, വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് പൊട്ടിക്കാൻ ആളുകളെ മുങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല ഈ പിറ്റേന്നാണ് അറസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു വ്യക്തത വരാതെ ഒരാൾക്കെതിരെ ഒരു തീരുമാനം എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പം അദ്ദേഹം റിമാൻഡിലുണ്ട്. പിന്നെ നമ്മൾ ആസ് പെർ നമ്മളെ ബൈലോ അനുസരിച്ചിട്ട്, UMAയുടെ ബൈലോ അനുസരിച്ചിട്ട് ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ, ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടൽ 1, കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ട് ശിക്ഷിക്കുന്നത് 2, രണ്ടാമത്തെ ഘട്ടം. പ്രതി ചേർക്കപ്പെട്ടുകയാണെങ്കിൽ നമ്മൾ UMA ആക്ടിവിറ്റീസിൽ നിന്ന് മാറ്റി നിർത്തലാണ് ഒന്നാമത്തെ പടി എന്നുള്ളത്. ഇപ്പോൾ UMA ആക്ടിവിറ്റീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഇപ്പോൾ ജയിലിലുള്ള ആൾ നമ്മൾ UMA ആക്ടിവിറ്റീസിലേക്ക് ഇനി വരാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ മീറ്റിങ്ങുകളോ ക്യാമ്പുകളോ മറ്റൊന്നും ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലം നമ്മൾ പങ്കെടുപ്പിക്കില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ജയിലിലായ സ്ഥിതിക്ക് അത് വരുന്നുമില്ല. അപ്പോൾ നമ്മളത് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമില്ല. നാളെ കോടതി തീരുമാനിക്കുകയാണ്. കോടതിൻ്റെ അടുത്ത് എല്ലാ തെളിവുകളും കിട്ടി. ഇപ്പം നമുക്കൊരാൾ പറഞ്ഞ് മാത്രം വിശ്വസിച്ചാൽ പോരല്ലോ. കോടതിക്ക് തെളിവുകൾ കിട്ടി, പോലീസിന്റെ ഭാഗത്തുനിന്ന് തെളിവുകൾ കിട്ടി, കോടതി കുറ്റക്കാരനെ ശിക്ഷിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കോടതി കുറ്റക്കാരനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അത് ആരാലും ശരി, ആ ഒരു കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ UMAന്ന് മാറ്റി നിർത്തപ്പെടുന്നതായിരിക്കും. ഇതാണ് UMAയുടെ പോളിസി. ഓക്കെ, ഇതാണ് ആ ഒരു വോയിസ് നോട്ട്. ഞാൻ പറഞ്ഞത് ഇതിൽ കുറച്ചധികം വോയിസുകളുണ്ട്. പക്ഷെ ഞാൻ ആകെ വെച്ചിട്ടുള്ളത് ഈ സിദ്ദിഖ് അലി ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു സിദ്ദിഖ് അലീൻ്റെ ഭാഗം പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ ഒരു കേസ് പറയാം. ഓക്കെ, ഇവർക്ക് UMA എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഈ ഒരു എന്താ പറയുക അക്കാഡമിക്ക് അതിൻ്റേതായിട്ടുള്ള ബൈലോ കാര്യങ്ങളും എല്ലാത്തിനും അങ്ങനെ ഒരു ബൈലോ കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഒരാളുടെ പേരിൽ കേസ് വന്നപ്പോൾ നിങ്ങളുടെ പെട്ടെന്നുള്ളൊരു പുറത്താക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ പറഞ്ഞ സിദ്ദിഖ് അലിയുടെ കേസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ അന്വേഷണം മുന്നോട്ട് പോട്ടെ, ആരോപണമല്ലേ ഉണ്ടായിട്ടുള്ളത്. പോക്സോ കേസാകുമ്പോൾ ആദ്യം പിടിച്ച് അകത്തിടും, എന്നിട്ടാണ് പിന്നെ ട്രയലും കാര്യങ്ങളും നടക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ കിക്ക് എന്ന് പറഞ്ഞ അസോസിയേഷൻ ഈ പറഞ്ഞ മല്ലു ട്രാവലിൻ്റെ ഇഷ്യൂ വന്ന സമയത്തും അസോസിയേഷൻ ഒരു ബൈലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ആദ്യം മാറ്റി നിർത്തും, പിന്നെ അന്വേഷണം എങ്ങനെ പോകുന്നു നോക്കും, വീണ്ടും ആരോപണങ്ങളും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും വരുമ്പോൾ പുറത്താക്കും. ഇതിപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള ആരോപണമല്ലേ വന്നേ. ഇതിപ്പോൾ ഈ സിദ്ദിഖ് അലി എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ഒരമ്മ, ഒരു കുട്ടി, മരിച്ച കുട്ടിയുടെ തന്നെ വോയിസ് നോട്ട്, ഇത്രയും കാര്യങ്ങൾ ക്രിട്ടിക്കലായിട്ട് ക്രൂഷ്യലായിട്ട് ഇയാൾക്കെതിരെ വരുമ്പോൾ പിന്നെ എത്രയോ പ്രീവിയസ് സ്റ്റുഡൻസ് അപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെയാ അങ്ങനെയാന്ന് പറഞ്ഞിരുന്നിട്ട് അതൊരു മാതിരി സപ്പോർട്ട് ചെയ്യുന്ന പോലെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇയാളെ പുറത്താക്കാതെ ഇനിയില്ല കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരട്ടെ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് യുവർ അക്കാഡമി, ഇറ്റ്സ് യുവർ ബൈലോ തിങ്സ് ആൻഡ് ഓൾ. ഓക്കെ,
പക്ഷെ അവിടെയും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും എന്താ പറയുക ഒരുപാട് പേര് ഞങ്ങൾ ഇത്രയും സഹിച്ചു ഈ വ്യക്തിയിൽ നിന്ന്, ഇയാൾ ഇത്രത്തോളം ഇങ്ങനത്തെ ഒരാളാന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഓക്കെ ഇല്ല കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കെതിരെ വരില്ലേ? എന്നോട് പലരും പറഞ്ഞു ഒരു കുട്ടിയെ ഒരു മെഡലല്ല ബെൽറ്റിന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതിന് കുറച്ച് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരാൾക്കൊരു ബെൽറ്റിന് ഇറങ്ങണേ, എസ്പെഷ്യലി ബ്ലാക്ക് അങ്ങനത്തെ ബെൽറ്റിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇഫ് ഐ എം നോട്ട് റോങ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നല്ല അത്യാവശ്യം 50,000 20,000 മുതൽ 50,000 ഒക്കെ പൈസേൻ്റെ ഇടയിലുള്ള ഒരു പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊടുക്കുന്നതും കൊണ്ടുവരുന്നതും ഈ പറഞ്ഞ സിദ്ദിഖ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തിയിൽ ത്രൂ ആണ്. എങ്ങനെ പോലെ ഒരു 30-20 കുട്ടികളുണ്ടാവും സിദ്ദിഖ് അലീൻ്റെ ഭാഗത്തു നിന്നാണ് പറയുന്നത്. ആൻഡ് അതിൽ നിന്ന് ബെനിഫിറ്റ് ആവുന്നുണ്ട് ആര്? അസോസിയേഷൻ, അതിൻ്റെ ആളുകൾ, ബാക്കിയുള്ള ആളുകൾക്ക്. കാരണം ഇത്രയും കൂടുതൽ ബൾക്കായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് കോമ്പറ്റീഷൻ ഇറക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം അയാളിലൂടെ എത്രത്തോളം മണി ചാനലാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം അങ്ങനെ മണി ചാനലായിട്ട് വരുന്നൊരു വ്യക്തിയെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമോ അല്ലെങ്കിൽ നോക്കില്ലേ എന്നുള്ളൊരു ചോദ്യവും ഓബിയസ്ലി എല്ലാവർക്കും ചോദിക്കാനുണ്ട്. എനിക്കും ആ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുമുണ്ട്. ഓക്കെ, ആ ഒരു ചോദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇതാണ് വിഷയം. അതായത് അനിയൻ മിഥുൻ പറഞ്ഞ കാര്യങ്ങളിൽ അനിയൻ മിഥുൻ ഡോക്ടർ ആരിഫ് എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു വെക്കാനും, ഡോക്ടർ ആരിഫ് ഇങ്ങനെയാണെന്നുള്ളത് മിഥുൻ്റെ എന്താ പറയുക വുഷു അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ കുറേ എന്താ പറയുക അവർക്ക് കിട്ടിയ റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കേസൊക്കെ ഫയൽ ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അവിടെ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസും കാര്യങ്ങളൊക്കെ എന്താ പറയുക മലപ്പുറത്തെ 17-കാരിയെ പീഡിപ്പിച്ചതിൻ്റെ പിന്നിൽ പീഡകനെ സഹായിക്കുന്നവരെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് ഓണറബിൾ ചീഫ് മിനിസ്റ്റർക്കാണ് അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനൊരു സാധനം ഇങ്ങനെ എന്താ പറയുക അനിയൻ മിഥുൻ ഒരു സൈഡിലൂടെ പോകുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോയിന്റിന് ഈ 17-കാരിയെ പീഡിപ്പിച്ച ക്രൂര പീഡനത്തിന് ഇടയാക്കി എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് UMAI എന്ന് പറഞ്ഞ നിങ്ങളുടെ ഈ ഒരു യുണൈറ്റഡ് മാർഷൽ ആർട്സ് ഇന്റർനാഷണൽ എന്തിനത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രം ഇയാൾ എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആണോ? അതാണ് ചോദ്യം. ഇയാൾ ഇത്രത്തോളം പവർഫുൾ ആണോ ഈ സിദ്ദിഖ് അലി? കാരണം ഈ കേസ് വന്നത് മുതൽ പലരും വായ കൊണ്ട് പറയാൻ പേടിക്കുകയാണ് ഇയാളുടെ പേര്. ഇയാളെക്കുറിച്ച് സംസാരിക്കാൻ പേടിയാണ് പലർക്കും. സിദ്ദിഖ് അലിയെ കുറിച്ച് ഇയാൾ ഇത്രയും പൊളിറ്റിക്കലി പവർഫുൾ ആണോ? അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അക്കാഡമിയിൽ ഇത്രത്തോളം പവർ ഇയാൾക്കുണ്ടോ? അതോ ഇയാൾ ഈ പറഞ്ഞ കുട്ടികളെ കോമ്പറ്റീഷൻ ഇറക്കി ചാനൽ ചെയ്യുന്ന ഒരു മണി പവറാണോ എന്നുള്ളതാണ് ഇവിടെ ഡൗട്ടായിട്ട് എനിക്ക് തോന്നുന്നത്.